ഒരുപാട് മേഖലകളിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കൃഷി എന്ന് പറയുന്നത് എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ്. ചെറുപ്പത്തിൽ അധ്വാനിച്ച് ഞങ്ങളുടെ കൃഷി സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. കവുങ്ങ്, കൊക്കോ, എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു 65 ഏക്കർ ഇവന്റെ പേർക്കുള്ള. ലോക്കൽ ചാനലിൽ എനിക്ക് ന്യൂസ് റീഡറായിട്ടും ആങ്കറായിട്ടും ജോലി കിട്ടി. അങ്ങനെ ഞാൻ ഏകദേശം 2.5 വർഷക്കാലം ന്യൂസ് റീഡർ ആയിരുന്നു. ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഭയങ്കരമായ ആള്. വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. ആ സമയത്ത് തന്നെ എനിക്ക് ബാങ്ക് ജോലിയും കിട്ടി. അങ്ങനെ 10 വർഷത്തിലധികം ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ റിസൈൻ ചെയ്യുമ്പോൾ ബാങ്ക് മാനേജർ ആയിരുന്നു. നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. വെരി നൈസ് ഫെലോ. ഒന്നങ്ങട് മാറി കൊടുക്ക്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങിയ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലിക്ക് കയറാനായിട്ട് സാധിച്ചു. ജോർ അങ്ങനെ വരട്ടെ. എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. എഴുത്ത് എന്ന് പറയുന്നത് എനിക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയ ഒരു കാര്യമാണെന്ന് കരുതുന്നു. അതെ, ഇതൊക്കെ ഒരു വരം പോലെ കിട്ടുന്നതാ. അത് കഴിഞ്ഞ് എന്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങി. എന്നേരം തുഴഞ്ഞ് എന്നാണ് എന്റെ പുസ്തകത്തിന്റെ പേര്. വഴിപിഴച്ച പ്രണയം വായിച്ചിട്ടുണ്ടോ? ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല. ഒന്ന് വായിച്ചു നോക്കണം. എന്തോന്നു? എന്റെ രണ്ടാമത്തെ പുസ്തകം എഴുതി കംപ്ലീറ്റ് ആയിട്ട് അത് പ്രസാധകർക്ക് അയച്ചു കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ തൂലികയിൽ നടന്നു വീണ മറ്റൊരു മുത്തുമണിയാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ ലോഞ്ച് ഉണ്ടായിരിക്കും. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ?